സാർ എന്ത് പറ്റി സാർ? അതൊക്കെ പിന്നെ പറയാം, ആദ്യം ഇവിടുന്ന് പോവാൻ നോക്ക. വാ. എടാ, 6 മണിക്ക് ശേഷം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? എടാ, വയറിന് ഒട്ടും പറ്റാത്തോണ്ടല്ലേ നിന്നെ വിളിച്ചെഴുന്നേപ്പിച്ച് കൊണ്ടുവന്നേ. ദൂരത്തേക്കൊന്നും പോകുന്നില്ല, ദേ ഇവിടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അല്ല, ഈ സമയത്ത് നിങ്ങൾ അവിടെ എന്ത് ചെയ്യായിരുന്നു? മൂപ്പ, എല്ലാ നാട്ടിലും പോയി നൃത്തം നടത്തുന്നവരാ. ഒരിടത്തുനിന്ന് അടുത്തടുത്തേക്ക് പോയപ്പോ വഴി തെറ്റിപ്പോയി. ഇരുട്ടായതുകൊണ്ട് ഇവിടെ തന്നെ നിന്നതാ. ശരി, ഇന്ന് രാത്രി ഇവിടെ തങ്ങിയിട്ട് രാവിലെ തിരിച്ചു പോയാൽ മതി. നാടായ നാട് പോയി നൃത്തം ചെയ്യുന്നവരല്ലേ നിങ്ങള്? എപ്പ ചാവുന്ന ഒരു ഉറപ്പില്ലാത്തവരാ ഞങ്ങള്. ഞങ്ങൾക്ക് വേണ്ടി ഒരു നൃത്തം ചെയ്തൂടെ മൂപ്പ? സാർ, സാറ് കണ്ടത് പൂർണിയുടെ ആത്മാവല്ലേ? ഇവനെ കൊണ്ട് ഒന്ന് പോടും. അതൊക്കെ ചുമ്മാ നാട്ടുകാർ പറയുന്നല്ലേ. ഇപ്പൊ വിശ്വസിക്കാതെ ഇരിക്കാനും പറ്റുന്നില്ല. ഇതിന് ഞാനൊരു വഴി പറഞ്ഞത് സാർ. ആണ്ടിയൂർ നീലകണ്ഠ സ്വാമികൾ. പറഞ്ഞാ മനസ്സിലാവില്ല, പോയി അനുഭവിക്കട്ടെ. ഈ മല കയറി ഇറങ്ങി മടുത്തിട്ടാ നാട് വിട്ട് പോവാന്ന് വിചാരിച്ചേ. പറ, ഏത് വഴിക്കാ കൊണ്ടുപോകുന്നത്? മുമ്പ് പോയ വഴിയാന്നേ. കഴിഞ്ഞ സുഹൃത്തിനെ കാണാതെ പോയില്ലേ? അവനെ കല്ലെങ്കിലും കാണാതെ ആവണ്ടവൻ തന്നെയാ. ശരി, പോയിട്ട് വാ. എന്നാ പിന്നെ പോയേക്കാം. ഇനി എത്ര ദൂരമുണ്ട്? അയ്യടോ, നമ്മളിപ്പോ നടന്നു തുടങ്ങിയല്ലേ ഉള്ളൂ. അപ്പോഴേക്കും ദൂരം ചോദിച്ചാൽ എങ്ങനെയാ? നടക്ക്. ഇവിടെ കാട്ടുപോത്ത് ചാണകം ഇട്ട് വെച്ചിട്ടുണ്ട്, ഓടിച്ച് നടക്ക്. കൊറേ ആയല്ലോ സാർ. ഇനി എത്ര ദൂരം പോണം? ഇവിടെ അടുത്തന്നെ സാറേ. വാ സാർ. സ്വാമി, നീലേണ്ട സമയം കാണണല്ലോ. സ്വാമി ധ്യാനത്തിലാണ്, കുറച്ചു നേരം ഇരുന്നോളൂ. ഒന്ന് നടക്ക്. വെള്ളത്തിന്റെ ശബ്ദം കേൾക്കണ്ടല്ലോ. ഇവിടെ തൊട്ടടുത്ത് ഒരു ആറ ഒഴുകുന്നുണ്ട്. ആ വഴിക്ക് പോകുന്ന അപകടമാ. അതുകൊണ്ടല്ലേ തന്നെയും കൂട്ടി ഈ വഴിക്ക് വന്നേ. ഒന്ന് വേഗം നടക്കണ. ആന ചിഹ്നം വിളിക്കുന്നത് കേട്ടില്ലേ? ജീവൻ വേണമെങ്കിൽ വേഗം പോണം. വാ. ഈ സ്ഥലത്തോടെയൊക്കെ സൂക്ഷിച്ച് നടക്കണം. കാട്ടുപന്നി ഒരുപാടുള്ള സ്ഥലവാ. അതിന്റെ മുന്നിൽ പെട്ടാറുണ്ടല്ലോ, ഒറ്റ കുത്തിന് പൊക്കിയെടുത്ത് എറിഞ്ഞു കളയും. സ്വാമി, ഒരു പ്രശ്നം പറയാൻ വന്നതാ. സ്വാമിജി, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യ. ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. ആപത്തിന്റെ ശമ്പളം മരണം. നിങ്ങളുടെ മരണം ആർക്കും തടയാനാവില്ല. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും വരിക. പക്ഷെ ഉറപ്പായും വരാൻ സാധിക്കില്ല. കാരണം നിങ്ങളുടെ മരണം നിശ്ചയം. സ്വാമി, സ്വാമി ഇപ്പൊ കോപത്തിലാ. നിങ്ങൾ വരൂ, വന്നാട്ടെ.
പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ഇന്നാ നിങ്ങൾ ഇത് പിടിക്കേ. എന്തായത്? 48 ദിനരാത്രങ്ങൾ ശിവന്റെ പാദത്തിൽ വെച്ച് പൂജ ചെയ്തതാ. ഈ രക്ഷ കെട്ടിയാൽ നിങ്ങൾക്ക് ഒരാപത്തും സംഭവിക്കില്ല. വലിയ ഉപകാരം. ഇതാ നല്ലത് തൽക്കാലം സംഭവിക്കട്ടെ. വെച്ചോ. പോയിട്ട് വരൂ. ആർക്കും അവരെ രക്ഷിക്കാനാവില്ല. ദാ, നീ ഒറ്റ ഒരുത്തം കാരണമാ വെറുതെ ഇരുട്ടത്തെ മലയും കയറി ഇറങ്ങി. ഇനി എവിടേക്ക് പോകുന്ന? ഒന്ന് വേഗം നടക്കാൻ പറഞ്ഞാൽ കുണുങ്ങി കുണുങ്ങി നടന്നോളും. അവിടെയും പ്രശ്നം, ഇവിടെയും പ്രശ്നം. ദേ നോക്ക്, കുറച്ച് വഴികൂടെ ഉള്ളൂ. പക്ഷെ ഇനി പോകാൻ പറ്റില്ല. എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കിടന്ന് കാലത്ത് 5 മണിക്ക് എണീറ്റ് പോവാം. വാ. ഹലോ പാണ്ഡ്യൻ, നിങ്ങൾ എവിടെ? സാർ, പറയൂ സാർ. കോട്ടക്കാട് മലയില് ആളുകൾ തുടർച്ചയായിട്ട് മരിച്ചോണ്ടിരിക്കാത്രേ. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? സാർ, അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞ് മുകളിലേക്ക് ആരോ പെറ്റീഷൻ അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സ്പെഷ്യൽ ടീം ഫോം ചെയ്തു. ക്രൈംബ്രാഞ്ചിൽ നിന്ന് എൻക്വയറിക്ക് എപ്പോ ആണെങ്കിലും അവർ വരും. ശരി സാർ. സോ നിങ്ങൾ അവിടെ തന്നെ ഉണ്ടാവണം. അവർക്ക് എന്ത് ഹെൽപ്പ് വേണേലും ചെയ്തു. ഓക്കെ സാർ, ഓക്കെ. താങ്ക് യു സാർ. ഡോ, എന്തോടെ ഇത്? ആ സ്വാമിജി അവിടെ പറഞ്ഞൊക്കെ താനും കേട്ടതല്ലേ? ഇനിയിപ്പോ ഇവിടുന്ന് എവിടേക്കെങ്കിലും പോവാന്ന് വെച്ചപ്പോ DFO വിളിച്ചിട്ട് പറയാം സ്പെഷ്യൽ ടീം വരുന്നുണ്ട്, നമ്മൾ ഇവിടെ തന്നെ കാണണമെന്ന്. നമ്മളിപ്പോ എന്തോ ചെയ്യാ? ഇട്ടുകളാ സാറേ, നമ്മളെ കയ്യിൽ രക്ഷയുണ്ടല്ലോ. പിടിച്ചോ, സാറിനൊന്ന് എനിക്കൊന്ന്. വണ്ടി എടുക്ക്. രാജേന്ദ്ര സാർ, രാവിലെ തന്നെ എനിക്കൊന്ന് ഓഫീസിൽ പോകണം. അതുകൊണ്ട് വണ്ടി തൽക്കാലം ഞാൻ എടുക്കുക. സ്പെഷ്യൽ ടീം വരുന്നില്ലേ, അവരെ ഞാൻ ഡീൽ ചെയ്തോളാം. താൻ തൽക്കാലം ഇവിടുത്തെ കാര്യങ്ങൾ നോക്ക്. ഓക്കെ സാർ. മനസ്സിലായില്ലേ? ആ, എന്തോ പേടിയുണ്ടോ? പേടിയോ? കയ്യിൽ രക്ഷയുണ്ട്, അകത്ത് ഫുള്ളും ഉണ്ട്. ആ. പിന്നെന്ത് പേടി? അടിച്ച് കെടുക്കാൻ നോക്ക്. ഓക്കെ സാർ. ടൈഗർ, എന്താണ് ബഹളത്തിന്? വെറുതെ ഇരി. ഞാൻ ഇങ്ങനെ കൊരക്കലടാ. ഗുഡ്.